നമ്മളേ പഴംപൊരി ആയിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനുള്ള മാവ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാവിനൊരു പാത്രത്തിൽ 4 കയ്യിൽ മൈദപ്പൊടിയും 1 കയ്യിൽ അരിപ്പൊടി എടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ടുണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു നുള്ള് അപ്പക്കാരം, നമ്മളെ സോഡാപ്പൊടി ഇട്ടുകൊടുത്താണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോ കേട്ടോ. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മാവുണ്ടല്ലോ കുഴച്ചാണ്ട് ഈ പരുവത്തിലായെങ്കിൽ അവിടെ നിർത്തിക്കോളി. വെള്ളം ഒട്ടും കുറയാനും പാടില്ല, അതേപോലെ തന്നെ കൂടാനും പാടില്ല കേട്ടോ. പിന്നെ നമ്മളെ പഴം ഉണ്ടല്ലോ അതിങ്ങനെ ചീന്തിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചീന്തിയെടുക്കാം കേട്ടോ. നീളത്തിലോ അല്ലെങ്കിൽ നടു മുറിച്ചിട്ടോ എങ്ങനെ ചാവാം. ഇതാ നമ്മളെ പഴമൊക്കെ ചെത്തി കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. പൊരിക്കാനും വേണ്ടി ഒരു ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മൾ നേരത്തെ ചെത്തി വെച്ച ആ പഴം ഉണ്ടല്ലോ അത് ഓയിൽ ചൂടായതിനു ശേഷം ആ മാവിൽ മുക്കിയാണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ടാണ്ടേ ബ്രൗൺ കളറാവുമ്പോൾ എടുത്തോളി. ഇതൊക്കെ കേട്ടോ നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കണ്. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, എൻ്റെ ചാനലിലെ ഉള്ളിവടായിട്ടും മറ്റേതായിട്ടും മറിച്ചായിട്ടൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഓരോ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഇടുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴംപൊരി ഫുള്ളായിട്ട് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റമദാനിലും അല്ലാത്തപ്പോഴും ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, ബെസ്റ്റ് തന്നെയാണ്. പിന്നെ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.